പ്രൈസ് ദി ലോർഡ്. സ്നേഹമെന്നാൽ ദൈവം. അവിടുന്ന് പറയുന്നു, പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി അവിടുത്തെ സ്നേഹിക്കുക. നിങ്ങളെ പോലെ തന്നെ പരസ്പരം സ്നേഹിക്കുക. ആ വാക്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ അറിവോടും കൂടി സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുപുറമാണ് പരസ്നേഹം, നമ്മളെ സ്നേഹിക്കുന്ന അനുഭവം. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രതിച്ഛായ നമ്മളിൽ വളരുന്നത്. ഒരുവന് നമ്മുടെ ഒരു സഹായം ആവശ്യമെങ്കിൽ അത് നിറവേറ്റുമ്പോൾ, അതിൽ പങ്കുകൊള്ളുമ്പോൾ, അവനെ സഹായിക്കുമ്പോൾ, അവൻ്റെ അവസ്ഥകൾ തിരിച്ചറിയുമ്പോൾ, അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മാറിപ്പോകാതെ അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു മനോഭാവം. നിനക്കെന്ത് പറ്റി? നിനക്ക് എന്താണ് ആവശ്യം? നീ എന്താണ് വിഷമിക്കുന്നത്? നിനക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ആവശ്യങ്ങളിൽ നാം പങ്കുകാരായിക്കൊണ്ട് അവൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവനെ അലട്ടുന്ന ബുദ്ധിമുട്ടുകൾ അവനിൽ നിന്ന് മാറ്റുവാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം ദൈവസ്നേഹവും പരസ്നേഹവുമായിട്ട് യോജിക്കുന്ന അനുഭവം വരുന്നത്. അങ്ങനെ അവനെ നാം സഹായിക്കുമ്പോൾ, അവൻ്റെ കാര്യത്തിൽ നാം ഇടപെടുമ്പോൾ, അവനെ കൊടുക്കുന്ന ആ ഒരു സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ പ്രതിച്ഛായ തന്നെ. അവിടുന്ന് പറയുന്നു, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്ന്. ആ നല്ല വാക്യം ഓർത്തുകൊണ്ട് പ്രതിഫലം കർത്താവ് തരുമെന്നും അവരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പ്രതീക്ഷിക്കാതെ നാം ചെയ്യുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി എന്നിൽ നിക്ഷിപ്തമാണെങ്കിൽ തീർച്ചയായും നാം എല്ലാവരും ദൈവമക്കളാണെന്ന് തീരുമാനിക്കാം. അതിലൂടെ ദൈവമഹത്വം ദർശിക്കുവാൻ എനിക്ക് കിട്ടിയ അവസരമാണ് ജീവിതമെന്ന ഈ മഹാ അവസ്ഥ. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായും വിനിയോഗിക്കുമ്പോൾ, അത് കണ്ടെത്തുമ്പോൾ, അത് തിരിച്ചറിയുമ്പോൾ, അതിൽ നമ്മൾ താൽപരരാകുമ്പോൾ, നമ്മൾ അതിൽ കൂടുതൽ ദൈവഭയവും ദൈവസ്നേഹം കണ്ടെത്തുമ്പോൾ, ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ കഴിയുമ്പോൾ, അവനിൽ അല്ലെങ്കിൽ അവളിൽ ദൈവത്തിൻ്റെ മുഖച്ഛായയുണ്ട്. അവനെ ഞാൻ സഹായിക്കുമ്പോൾ, അവനിൽ ഞാൻ ഇടപെടുമ്പോൾ, അവൻ്റെ വേദനകളിൽ ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ, അവിടെ യേശുവിൻ്റെ മുഖം കാണാനായി സാധിക്കുമ്പോൾ യേശുവും നമ്മളും ദൈവവും നമ്മളും ഒന്നിക്കുന്ന അനുഭവമുണ്ടാകും. ഈ ഒന്നിക്കുന്ന അനുഭവമാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിലേക്ക് കടന്ന് ഇറങ്ങി വരണമെങ്കിൽ നാം എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമക്കളാകുന്ന, ദൈവത്തിൽ ലയിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവത്തോടു കൂടി പ്രവർത്തിക്കുന്ന മക്കളാകാൻ ദൈവം ഒരുക്കുന്ന ഓരോ പദ്ധതിയും തിരിച്ചറിയുവാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നമുക്ക് വേണം. ജെറമിയ 33:3 പറയുന്നത് പോലെ, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരാം. നിൻ്റെ ബുദ്ധിക്ക് അതീതമായതും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതെ, ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നമുക്ക് നിറയാൻ കഴിയണം. നാം ഓരോരുത്തരും ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട, ദൈവത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട, ദൈവത്തിലായിരുന്ന് മുന്നോട്ട് പോകുന്ന ദൈവമക്കളാകാനുള്ള ഈ അവസരം നാം പൂർണ്ണമായും വിനിയോഗിക്കണം. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ പണിപ്പുരയിലേക്ക് കടന്നു വരുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ ദൈവസ്നേഹത്തിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക്, മനുഷ്യസ്നേഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരെ അല്ലെങ്കിൽ ഓരോരുത്തരെയും എന്നെ തന്നെയും കൂടുതൽ വിശുദ്ധീകരിക്കുവാനും ദൈവാശ്രയത്തിൽ വളർത്തുവാനും ദൈവസ്നേഹത്തിൽ നിലനിർത്തുവാനും ദൈവത്തിൻ്റെ ആത്മാവിൽ വളർന്ന് അനേകരെ നേടുവാനും, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു കാര്യത്തിൽ പോലും ദൈവത്തിൻ്റെ കൈവെപ്പ് ഉണ്ട് എന്ന് തിരിച്ചറിയുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഈ ദൈവ ആശ്രയബോധം, ദൈവാനുഗ്രഹ ബോധ്യം, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ദൈവസ്നേഹമുള്ള നമ്മുടെ ശുശ്രൂഷകൾ, ആതുര ശുശ്രൂഷയാകാം, ആത്മീയ ശുശ്രൂഷയാകാം, എവിടെയായാലും അവിടെയൊക്കെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിനെ സ്തുതിക്കുന്ന, അവിടുത്തെ ആരാധിക്കുന്ന
അവിടത്തേക്ക് നന്ദി പറയുന്ന, അവിടത്തേക്കായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, ദൈവത്തിനോട് നന്ദി പറയാം, ദൈവത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ ഒരുമിച്ച് നിർത്തി ദൈവസ്നേഹത്തിൽ പാരമ്യതയിൽ എത്തിച്ചേരുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും. അങ്ങ് അതിനുവേണ്ടി നമ്മോടൊപ്പം തന്നെ ആയിരിക്കും. നന്ദി. പ്രൈസ്.